ആദ്യമായി നമുക്ക് സംസ്ഥാനത്തെ മഴക്കെടുതിയുടെ പൊതുചിത്രം പരിശോധിക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. കണ്ണൂരിലും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അത് 10 ജില്ലകളിലേക്ക് യെല്ലോ അലർട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. ഇടുക്കി രാജാക്കാട് നെടുങ്കണ്ടം പാതയിലെ തിങ്കൾക്കാട് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. മലയോര മേഖലകളിൽ പലയിടങ്ങളിലും സമാനമായ കാഴ്ചകൾ തന്നെയാണ്. വലിയ രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുന്നു, മണ്ണിടിയുന്നു എന്ന പതിവ് രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. മലങ്കര ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് എന്നൊരു സാഹചര്യം അവിടെ നിന്നും വരുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മണ്ണിടിച്ചിൽ സാഹചര്യം കണക്കിലെടുത്ത് മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മൂന്നാറിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡിലെ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ്. കാരണം ഗ്യാപ്പ് റോഡിൽ വ്യാപകമായ മണ്ണിടിച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ദേശീയപാതയാണ്. കൊച്ചിയിൽ നിന്നും മധുരയ്ക്കുള്ള ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ വലിയ തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങളുണ്ട് അവിടെ. അതുകൊണ്ട് യാത്രാ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലങ്കര കല്ലാർകുട്ടി പാമ്പള അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ മുതിരപ്പുഴ, പെരിയാർ, തൊടുപുഴയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയിരിക്കുന്നു എന്ന മറ്റൊരു വാർത്തകൾ കൂടിയുണ്ട്. ഒരു പ്രദേശവാസികളെ മൊത്തത്തിൽ തന്നെ അവരുടെ യാത്രാക്ലേശമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്കാണ് അവസ്ഥ പോകുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് മണികണ്ഠൻ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങിയതിനെ തുടർന്ന് അവിടെ യാത്ര മുടങ്ങിയ സാഹചര്യം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോഴും നാശനഷ്ടങ്ങൾക്ക് കുറവില്ല. കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി അടക്കം മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് സാഹചര്യം. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടറുടെ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ മധ്യ കേരളവും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിൻ്റെ മലയോര മേഖലകളിലൊക്കെ ശക്തമായ മഴ അനുഭവപ്പെടുന്നു എന്നതാണ് സാഹചര്യം. നമുക്ക് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രത്തിലേക്ക് വിശദമായി തന്നെ കടക്കാം. ആജ്ഞ രവീന്ദ്രനുണ്ട് എറണാകുളത്തിൻ്റെ മലയോര മേഖലകളുടെ പ്രതിസന്ധി, ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്, ഒപ്പം പ്രിൻസ് ഇടുക്കിയിൽ നിന്നും, വിനേഷ് കുമാർ പാലക്കാട് നിന്നും നമുക്കൊപ്പമുണ്ട്. ആദ്യം ആജ്ഞ, സംസ്ഥാനത്തെ മഴക്കെടുതി പ്രത്യേകിച്ച് മധ്യ കേരളത്തിന്റെ ജില്ലകളിലാണ് ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്നത്. എറണാകുളം നഗരമേഖലകളിൽ വെള്ളക്കെട്ടോ അങ്ങനത്തെ പ്രതിസന്ധി ഇല്ലെങ്കിൽ കൂടിയും മലയോര മേഖലകളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ കുട്ടമ്പുഴ മേഖലകൾ ഉണ്ടായിരുന്ന സ്ഥിതി അറിയാം. കൂടുതൽ ഇടങ്ങൾ ഒറ്റപ്പെടുന്ന തരത്തിലേക്ക് ഈ മഴക്കെടുതി മാറിയിട്ടുണ്ടോ? എന്താണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? പ്ലാവന ഭാഗത്ത് ജങ്കാർ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഇന്നലെ മുഴുവൻ പെയ്ത മലയോര മേഖലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് മണികണ്ഠൻ ചാൽ മുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചപ്പാത്ത ഉയർത്തണം എന്നുള്ള ആവശ്യം കുറേ കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ചപ്പാത്ത് ഉയർത്തുക, അതല്ലെങ്കിൽ പുതിയ പാലം വേണം എന്നുള്ള ആവശ്യം 2017 മുതലുള്ള ഇവരുടെ ആവശ്യമാണ്. പക്ഷെ അതിതുവരെ പരിഹരിക്കപ്പെട്ടില്ല. എല്ലാ തവണയും ഇങ്ങനെ മഴക്കാലമാകുമ്പോൾ മലയോര മേഖലയിൽ അല്പം ഒരു അത്യാവശ്യം വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഈ ഭാഗമെല്ലാം വെള്ളത്തിൽ മുങ്ങുകയും അവിടെ നിന്ന് സിറ്റിയിലേക്ക് വരുന്ന ആളുകൾ 2-3 ദിവസം കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വീണ്ടും ഇപ്പോൾ മഴ കൊണ്ടുണ്ടായ ഈ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യം നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലപ്പോഴും ഇപ്പോൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി വഞ്ചി ഇറക്കുന്നുണ്ട്. പക്ഷെ വഞ്ചിക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്, പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. പക്ഷേ
അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്തെങ്കിലും ആപത്തുണ്ടായ രക്ഷാപ്രവർത്തനം എങ്ങനെ സാധ്യമാകുമെന്ന ആശങ്കയും അവർക്കുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം പക്ഷേ കൊച്ചിയെ സംബന്ധിച്ചിട്ട് കൊച്ചി നഗരത്തിൽ രാവിലെ മുതൽ മഴയുണ്ട്. പക്ഷെ അതൊരു വലിയ മഴ എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വാട്ടർ ലോക്കിംഗ് ഉണ്ടാകുന്ന തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന തരത്തിൽ വലിയ മഴ ആയിട്ടില്ല. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ സഹിക്കാവുന്ന അതായത് ചാറൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയോര മേഖലയിലെ സ്ഥിതി അതല്ല. മലയോര മേഖലയിൽ കനത്ത മഴയുണ്ട്. അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ വെള്ളക്കെട്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. മരങ്ങളൊക്കെ വീണതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞതുപോലെ പുറത്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാനും അതുപോലെ അവിടെയുള്ള സ്കൂളുകളിൽ പോവുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്ന ആളുകളെ കുട്ടികളെയും ആളുകളെയും ഒക്കെ പുറത്തെത്തിക്കാനും വളരെ പ്രയാസമാണ്. ഈ ഒരു ചപ്പാത്തിന്റെ ഇഷ്യൂ ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2017 മുതൽ ഈ പ്രദേശത്തുകാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതാണ് എറണാകുളം ജില്ലയുടെ മലയോര മേഖലയുടെ സാഹചര്യം. എന്തായാലും മഴ ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. സമാനമായ ചിത്രമാണ് കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ജി ശ്രീജിത്ത് ഉണ്ട് കോട്ടയം നിന്ന്. ശ്രീജിത്ത്, കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ഈ വാഗമൺ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമായ മഴക്കെടുതിയും മഴയും അനുഭവപ്പെടുന്നുണ്ട്. അവിടേക്ക് ഇന്ന് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും മഴ ഇനിയും ശക്തിപ്പെടുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണോ ഇതെല്ലാം? സജിത്ത്, മഴ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്നുണ്ട്. അത് നിർത്താതെ പെയ്യുന്ന മഴയുണ്ട്. അതായത് ഇടയ്ക്ക് ചാറ്റൽ മഴയായി മാറുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ മഴ തുടർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസത്തെ സാഹചര്യം. ഈ 2 ദിവസവും അപകടകരമായി ഉണ്ടായിരുന്നത് കാറ്റും അതിനെ തുടർന്ന് മരങ്ങൾ വീഴുന്ന സാഹചര്യവും പല റോഡുകളിലും മറ്റും ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ഒരു അവധി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ എവിടെയും ഒരു നദിയിലും ജലനിരപ്പ് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല. അതായത് നദികളിൽ നിന്ന് പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതാണ് ഇന്ന് രാവിലെയും ജില്ലാ ഭരണകൂടം നൽകിയ വിവരത്തിൽ ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നം അവിടെ ഒരു വലിയ വില്ലനായി നിൽക്കുകയാണ്. കാറ്റ് പലയിടത്തും അപ്രതീക്ഷിതമായ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഫലത്തിൽ വിലയിരുത്തുന്നത്. മഴയ്ക്ക് ഒരു നേരിയ ശമനം ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പ്രദേശങ്ങളിലും. അപൂർവ സ്ഥലങ്ങളിലാണ് മഴ ശക്തമായി പെയ്യുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. എന്തായാലും യെല്ലോ അലർട്ട് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനിടയിലും കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ പെയ്തു. ഇനിയും അതിശക്തമായ മഴ, കൂടുതൽ മഴയിലേക്കാണ് പോകുന്നതെങ്കിൽ കാര്യങ്ങൾ ദുരിതമാകും. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ നിരവധിയുള്ള സ്ഥലമാണ് കോട്ടയത്തിന്റെ ഈ മലയോര മേഖല. പ്രത്യേകിച്ച് കൂട്ടിക്കൽ, ഇപ്പുറത്ത് ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, പൂഞ്ഞാറിന്റെ കിഴക്കൻ മേഖലകളിൽ പലയിടത്തും അത്തരം സാധ്യതകളുണ്ട് എന്നുള്ളത് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതാണ് കോട്ടയം ജില്ലയുടെ സാഹചര്യം. എന്തായാലും കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലും സ്ഥിതി അങ്ങേയറ്റം രൂക്ഷമാണ് എന്ന സാഹചര്യമുണ്ട്. കാരണം മഴ ഇനിയും ശക്തപ്പെട്ടാൽ സ്ഥിതിക്ക് ഇനിയും പ്രതിസന്ധി രൂക്ഷമാകും. ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ പ്രതിസന്ധിയുണ്ട്. പ്രത്യേകിച്ച് തൊട്ടിൽപ്പാലം പോലെയുള്ള മലയോര മേഖലകളിൽ അവിടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് അതിരൂക്ഷമായ പ്രതിസന്ധി അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രതിസന്ധികളും കാത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ജാഗ്രതാ നിർദ്ദേശം വേണം. പാലക്കാട് ജില്ലയിലേക്ക് പോകുമ്പോൾ പാലക്കാട് നെല്ലിയാമ്പതി മലയോര മേഖലകളിലും ഈ സമാനമായ പ്രതിസന്ധിയുണ്ട്. കാറ്റിലും മറ്റും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന പ്രതിസന്ധിയുണ്ട്. വീടുകളുടെ മുകളിലേക്കും മറ്റും ഈ തരത്തിൽ വലിയ രീതിയിലുള്ള മരങ്ങൾ വീണുകൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലും സമാനമായ ചിത്രമാണ്. ഇടുക്കി ജില്ലയിലേക്ക് വരുമ്പോൾ സ്ഥിതി അല്പം കൂടി രൂക്ഷമാകുന്നതാണ് സാഹചര്യം. പ്രത്യേകിച്ച് മൂന്നാറിൽ ഇപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള സാഹചര്യം. പ്രിൻസ് നമുക്കൊപ്പമുണ്ട്. പ്രിൻസ്, ഈ മൂന്നാർ, ഇടുക്കി ജില്ലകളിൽ അതിരൂക്ഷമായ പ്രതിസന്ധി ഉണ്ട് എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴും അവിടെ മഴ അനുഭവപ്പെടുന്നുണ്ടോ പ്രിൻസ്? നേരിയ തോതിലുള്ള മഴയ്ക്ക് ചില പ്രദേശങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ പോലും അങ്ങനെ പൂർണ്ണമായും മഴ മാറിയിട്ടും പറയാനാവില്ല. കഴിഞ്ഞ ദിവസങ്ങളെപ്പോൾ തന്നെ ഇന്ന് പുലർച്ചെയും ശക്തമായ മഴ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പെയ്തിരുന്നു. പ്രത്യേകിച്ച് മൂന്നാറടക്കമുള്ള നെടുങ്കണ്ട, കുമളി അടക്കമുള്ള തമിഴ്നാട് അതിർത്തിയോട് ചെയ്തു കൊടുക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴയാണ് അവസാന മണിക്കൂറുകളിലെല്ലാം ലഭിക്കുന്നത്. ഇന്നലെയും അതിന് മുമ്പുള്ള ദിവസവും ഒക്കെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഒപ്പം അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. 3 അണക്കെട്ടുകൾ നിലവിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. കല്ലാർകുട്ടി, പാമ്പള,
അപ്പം മലങ്കര ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മൂന്നാറിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ദുരന്തം സംഭവിച്ച MG കോളനിയിലുള്ള ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശങ്ങളും ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പമാണ് ഗ്യാപ് റോഡിലെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മുൻവർഷങ്ങളിലൊക്കെ ഗ്യാപ് റോഡിൽ പതിവായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴക്കാലമാകുന്നതോടുകൂടി വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഗ്യാപ് റോഡിൽ പലതവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മുൻകൂട്ടി തന്നെ ഗ്യാപ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഖനന പ്രവർത്തനങ്ങൾക്കൊക്കെ ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ശക്തമായ മുന്നൊരുക്കങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മറ്റു മേഖലകളിലും ക്യാമ്പുകൾ തുറക്കേണ്ട അവസ്ഥയും ഉണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും കടുത്ത ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. അതാണ് ഇടുക്കി ജില്ലയുടെ ചിത്രം. എന്തായാലും ഈ മൂന്നാർ ഗ്യാപ് റോഡിലും മറ്റും മുൻകരുതൽ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത് എന്നതാണ് പ്രിൻസ് ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇടുക്കിയുടെ മേഖലകളിലും വലിയ തരത്തിലുള്ള ജാഗ്രതയുണ്ട്. ഒപ്പം തന്നെ മഴ ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ട് എന്നതാണ് അവിടുത്തെ സാഹചര്യം. കനത്ത മഴയെ തുടർന്ന് കോതമംഗലം ഇലവുംപറമ്പിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് കല്ലും മണ്ണും ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു. കോതമംഗലത്തിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തിൻ്റെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട പൊതുചിത്രം നമ്മൾ പരിശോധിച്ചത് അങ്ങനെയാണ്. കാരണം മലയോര മേഖലകളിൽ രൂക്ഷമായ മഴക്കെടുതിയാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. കോട്ടയം ജില്ലയിലടക്കം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കാരണം ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു